കൃഷ്ണകുമാർ, നടൻ കൃഷ്ണകുമാർ, രാഷ്ട്രീയക്കാരനായിട്ടുള്ള കൃഷ്ണകുമാർ നമുക്കറിയാവുന്ന വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലിയും അറിയാം. സോഷ്യൽ മീഡിയയിൽ മുഴുനീളമുള്ള ഒരു ഫാമിലിയാണ് ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ ഫാമിലി. അതിൽ ഈ പറയുന്ന തോതിൽ പലരും സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറി പോകുന്ന തരത്തിലുള്ള പല പ്രസ്താവനകൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിൽ അത് പിന്നെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന തോതിൽ പല തരത്തിലും ഏറി പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന തരത്തിലാണ് ചിലപ്പോഴൊക്കെ ഈ പറയുന്ന രീതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ കാണുമ്പോഴും ചെയ്യുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോഴും ഒക്കെ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ദിയ കൃഷ്ണ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു. പുള്ളിക്കാരി ആ കാര്യം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ പല തരത്തിലത് ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഏറിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റാത്ത ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞത് അത്രത്തോളം ഒരു പ്രശ്നം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ്. അത് സംശയമില്ല. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അശ്വിന്റെ ഫാമിലിയുടെ വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അയ്യോ ചോദിക്കുന്ന ചോദ്യം എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്ന് വിളിച്ചുകൂടി എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആരും അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീ സോ ഹാപ്പി തന്നെ അങ്ങനെ വിളിക്കുന്നത്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുന്ന് വീട്ടിൽ ആൾ ഇരിക്കും. പുള്ളിക്കാരുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്തൊക്കെയല്ലേ പറയുന്നേ? ഇത് കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അന്തം വിട്ടു പോകുന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് ദിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്ത് തരത്തിലാണ് ദിയ ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു ബാക്കിയെല്ലാം കേൾക്കാം. ഈ പറയുന്ന രീതിയിൽ അവർ അമ്മയെന്ന് വിളിക്കുകയോ ആൻറ്റിന്ന് വിളിക്കുകയോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ വഴിയെ പോകുന്ന ആ ഒരു പദപ്രയോഗം ശരിക്കും പറഞ്ഞാൽ അത് എന്ത് ഉദ്ദേശത്തിലാണ് ദിയ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ദിയ കല്യാണം കഴിച്ച ദിയയുടെ ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെയൊക്കെയാണോ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അവരിങ്ങനെയാണോ കാണേണ്ടതെന്ന് പറയുന്നത്, വഴിയെ പോകുന്ന എന്നുള്ള തരത്തിലോട്ടൊക്കെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴത്തേക്കും അത് എന്തർത്ഥത്തിലാണ് ഈ പറയുന്ന ദിയ ആ ഒരു തരത്തിലൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇത് കേൾക്കുന്ന ദിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അശ്വിൻ അത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ അയാളത് ഏത് തരത്തിലായിരിക്കും അത് എടുക്കുന്നത്? ഈ പറഞ്ഞ കാര്യം ശരിയായിട്ട് ദിയയ്ക്ക് തന്നെ തോന്നുന്നുണ്ടോ, അതോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഏറെ കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിൽ അങ്ങ് വിളിച്ച് പറഞ്ഞ കാര്യമാണോ? കാരണം ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അവർ വിളിക്കുന്നത് അമ്മ എന്നോ ഇനി ആൻറ്റി എന്നോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അതിൽ പറഞ്ഞ മറ്റു കാര്യം, അതായത് ഈ പറയുന്ന രീതിയിൽ വഴിയെ പോകുന്ന അല്ലെങ്കിൽ അത് ഇത് മറ്റത് മറിച്ചത് എന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ പരമബോറായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ദിയയുടെ ഭാഗത്ത് നിന്ന് വന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചുമൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ വായിൽ നിന്ന് ഓരോ കാര്യങ്ങൾ വീഴുമ്പോഴത്തേക്കും അത് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം, പല രീതിയിൽ ചർച്ചയാവാം. സോ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അതിൽ ഇത്രത്തോളം ഒരു ഓപ്പണായിട്ട് ഈ ഒരു തരത്തിലൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ദിയക്കെതിരെ ഈ ഒരു സംഭവത്തിന് ശേഷം വളരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ദിയെ താരതമ്യപ്പെടുത്തുന്നതെന്ന് പറയുന്നത് പേർളി മാണിയോടൊപ്പമാണ്. അതായത് പേർളി മാണിയെ കണ്ട് പഠിക്കണം ദിയ എന്നുള്ള തരത്തിലാണ് പലരും ദിയക്കെതിരെ സംസാരിക്കുന്നത് തന്നെ. കാരണം നമുക്കറിയാം പേർളി, ശ്രീനിഷ് അവരുടെ ഫാമിലിയൊക്കെ ഒത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടാൽ ഭയങ്കര ഒരു ഹാപ്പി ഒരു മോഡാണ് അവരുടെ ആ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ക്ലിക്കായിട്ടുള്ള ഒരു ജോഡിയാണ് ഈ പറയുന്ന രീതിയിൽ ശ്രീനിഷും പേർളി. അവരിപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു 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 ഇഷ്ടമാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ ഓവറായിട്ട് തോന്നും പല ഘട്ടങ്ങളിലും, പക്ഷേ എന്നാലും ഒരു രസകരമാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ പേർളി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ആ ഒരു ഇത് അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ ദിയയെക്കുറിച്ച് ഓരോരുത്തർ കുറ്റം പറയുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ ദിയക്കെതിരെ ഈ ഒരു തരത്തിൽ ദിയ പറഞ്ഞതിന് ശേഷം ദിയക്കെതിരെയുള്ള വിമർശനങ്ങളെന്ന് പറയുന്നത്. കാരണം ദിയ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഭർത്താവിൻ്റെ അച്ഛൻ അമ്മ അവരെ വേറൊരു തരത്തിൽ കാണുക, ഈ പറയുന്ന രീതിയിൽ വഴിയെ പോകുന്ന ആ ഒരു തരത്തിലൊക്കെ തന്നെ വ്യാഖ്യാനിക്കപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് 100% തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് നമ്മുടെ അച്ഛനും അമ്മയൊന്നും നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അവർ നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. കാരണം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഈ പറയുന്ന ഈ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് പറയുന്നത്, അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് എത്രത്തോളം ഹേർട്ടാവും. ഇപ്പോൾ ഈ പറയുന്ന ദിയയുടെ ഭർത്താവായിട്ടുള്ള അശ്വിൻ അത് എത്രത്തോളം ഹേർട്ടാവും. പബ്ലിക്കിന് മുമ്പേ അത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഏത് തരത്തിൽ അത് എടുക്കും. അപ്പോൾ ഒരു തരം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ദിയയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നതെന്ന കാര്യം 100% ഉറപ്പാണ്. അത് മാത്രമല്ല ദിയയുടെ വായിൽ നിന്ന് വീണ ആ ഒരു വർത്തമാനവും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവരുടെ അച്ഛനും അമ്മയും നമ്മൾ കാണുന്നത്. അത് നോർമലി എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ അച്ഛൻ അമ്മ എന്ന് വിളിച്ചില്ലെങ്കിൽ കൂടിയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്,
അല്ലെങ്കിൽ അവരെ കാണേണ്ട ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് അത് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് അനിവാര്യം തന്നെയാണ്. അല്ലാതെ ഈ വഴിയെ പോകുന്നവർ എന്നുള്ള രീതിയൊക്കെ പറയുമ്പോഴത്തേക്കും അവരെന്തോ ആരുമല്ല എന്നുള്ള തരത്തിലോട്ടുള്ള ഒരു വർത്തമാനമായിട്ട് അത് തോന്നും. എന്തായാലും ഇതൊക്കെ അശ്വിൻ എന്ന് പറയുന്ന ദിയയുടെ ഭർത്താവ് ഏത് തരത്തിലായിരിക്കും അതൊക്കെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാടെ, ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലി ഇവർക്ക് നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചുണ്ട്, കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അതിലൂടെ അങ്ങ് നല്ല രീതിയിൽ ട്രോള് കിട്ടുന്ന വകുപ്പുണ്ടാവും, അല്ലെങ്കിൽ ആ വകുപ്പ് ഉണ്ടാക്കി വയ്ക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. പിന്നെ അത് എയറിൽ പോയി എയറിൽ നിന്ന് താഴെ ഇറങ്ങാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും അടുത്ത പ്രശ്നമായിട്ട് വരും. എന്താണെന്ന് അറിയത്തില്ല ഈ ഒരു പ്രശ്നത്തിന്റെ രീതി. എന്തായാലും ദിയയുടെ ഭാഗത്ത് നീ വന്ന ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിക്കുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ദിയക്കെതിരെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് 100% ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെ ആയിരുന്നു. ദിയയുടെ തെറ്റ് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഓരോരുത്തരും ഇഷ്ടം ഓരോരുത്തർ താല്പര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ സൂക്ഷ്യം കണ്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പല രീതിയിൽ നമുക്ക് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കുത്തായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും.